എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ നമ്മുടെ കേരളത്തിൻ്റെ ട്രഡീഷണൽ വിഭവമായ അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ചേമ്പ് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ചേമ്പ് അവിയൽ നമ്മുടെ സാധാരണ അവിയലിനെക്കാട്ടിലും ഭയങ്കര ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ചേമ്പ് അവിയൽ ഉണ്ടാക്കാൻ. റെസിപ്പിയിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ചേമ്പിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. ചേമ്പിൽ വളരെയധികം ഫൈബറും പിന്നെ മറ്റ് ന്യൂട്രിയൻസുകളായ വിറ്റമിൻ B6, E, C, പൊട്ടാസ്യം, മാംഗനീസ്, മഗ്നീഷ്യം എല്ലാം ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസിൻ്റെ എല്ലാം റിസ്ക് എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷനൊക്കെ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ചേമ്പ്. ഒരുപാട് ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ വെയ്റ്റ് ലോസിനെല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ചേമ്പ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ചേമ്പ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ ചേമ്പ് അവിയൽ ഉണ്ടാക്കാനായി 4 ചെറിയ ചേമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ 1 കപ്പ് തേങ്ങ തിരുമ്മിയതും പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കാന്താരി മുളകാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഒരു 6-7 ചെറിയുള്ളി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ചേമ്പ് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടത്. ഞാനിവിടെ ചേമ്പെല്ലാം ക്ലീൻ ചെയ്ത് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അവിയലിനൊക്കെ അരിയുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിയലിന് ആവശ്യമുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കാം. അതിനായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ ഞാൻ മിക്സിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനാവശ്യമുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മുഴുവനുള്ള ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പൊടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. തേങ്ങ ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ട്രഡീഷണൽ വിഭവം ആയതുകൊണ്ട് തന്നെ ഞാൻ ചട്ടിയിലാണ് ഈ അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. കുറച്ച് വെള്ളം കൂടെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നൊസ്റ്റാൾജിക് മെമ്മറീസ് ഉള്ള ഒരു റെസിപ്പിയാണിത്. കുട്ടിക്കാലത്ത് അമ്മൂമ്മ ഉണ്ടാക്കി തരുന്ന ചേമ്പ് അവിയലിൻ്റെ ടേസ്റ്റ് പറയാതെ വയ്യ ഇവിടെ. ചേമ്പും തേങ്ങ അരച്ചതും എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് നന്നായി ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ കുറച്ച് പച്ചമുളകും കുറച്ച് കാന്താരി മുളകുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അവിയലിൻ്റെ മിക്സിംഗ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ആദ്യം തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റായ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്.
ഞാനിവിടെ ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചേമ്പവിയലിൻ്റെ ആ ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. സൺഫ്ലവർ ഓയിലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വെളിച്ചെണ്ണ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ ചേമ്പ് ഒന്നുകൂടെ വേകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചേമ്പിൻ്റെ വേവ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പൂടെ ഈ സ്റ്റേജിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ വീഡിയോ ഇതിനകത്ത് വന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ സ്റ്റേജിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒന്ന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ ഈ അവിയൽ ഉണ്ടാക്കാൻ ചേമ്പ് സെലക്ട് ചെയ്യുമ്പോൾ ചെറിയ ചേമ്പാണ് സെലക്ട് ചെയ്യേണ്ടത്. വലിയ ചേമ്പിനേക്കാളും ടേസ്റ്റ് കൂടുതൽ ചെറിയ ചേമ്പിനാണ്. എന്നാൽ ചെറിയ ചേമ്പ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വലിയ ചേമ്പും യൂസ് ചെയ്യാം. നമ്മുടെ ചേമ്പ് അവിയൽ ഇവിടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമെല്ലാം നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചേമ്പൊന്ന് വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു പീസ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടെ ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഉപ്പുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറേ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ അളവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയും കറിവേപ്പിലയും അതിൻ്റെ എല്ലാം ഫ്ലേവറാണ് നമ്മുടെ ഈ ചേമ്പ് അവിയലിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചേമ്പ് അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ടേസ്റ്റും ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള റെസിപ്പിയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.